ചട്ടിപ്പറമ്പ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ഹോൾസെയിൽ കച്ചവടങ്ങൾ അതേമാതിരി വയ്യോര കച്ചവടങ്ങൾ അങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. അതേമാതിരി തന്നെ അവിടെ 2 ആടിൻ്റെ ഫാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫാമുകളും കാണാം. അതേമാതിരി തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. അവർ മീൻ കച്ചവടം കൊണ്ടാണ് മെയിനായിട്ട് ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടിപ്പറമ്പ് മാർക്കറ്റിലെത്തി. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തേണ്ട ഭാഗത്ത് കുറേ ടാഗുകൾ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് ഇതിവിടെ അങ്ങനെ കച്ചവടം ചെയ്യേണ്ടതാണ്. ഇത് 800 തൊട്ട് 1000, 1200 വരെ ഉണ്ട്. മൂടുള്ളത് മൂടില്ലാത്തതും. അതേമാതിരി മുകൾ ഭാഗത്തും അതേമാതിരി കുറേ ഉണ്ട് കേട്ടോ. കുറേ ചെറു ടാങ്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ചട്ടിപ്പറമ്പ് മാർക്കറ്റ്. ഇവിടെ 2 മാർക്കറ്റ് ഉണ്ട്. ഒന്ന് മുകൾ ഭാഗത്ത് ഫസ്റ്റത്തെ ആദ്യത്തെ മാർക്കറ്റും അതേമാതിരി താഴെ ഭാഗത്ത് വേറെ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി വിലങ്ങി പിടിച്ച് നേരെ ഇപ്പുറത്ത് കിടക്കുന്നത് വയ്യോര കച്ചവടങ്ങളാണ്. സൈഡിലൊക്കെ റോഡ് സൈഡിൽ ഇതേമാതിരി ചെറിയ ഉന്തുവണ്ടിയൊക്കെ ആയിട്ട് നടത്തുന്ന കച്ചവടക്കാരാണ് ഇതൊക്കെ. ഇവിടെ ആകുമ്പോൾ നാടൻ പയറുകൾ അതേമാതിരി നാടൻ നേന്ത്രകൾ അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കിലോ 35 നാടൻ നേന്ത്രം 35. എന്തായാലും അങ്ങനെ ഇവിടുന്ന് വരുമ്പോൾ വാങ്ങാറുണ്ട് നമ്മളിങ്ങനെ പോരാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുട്ട കച്ചവടം കേട്ടോ. ഇവിടെ അങ്ങനെ മുട്ട കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു 3-4 കടക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് അതേമാതിരി താഴെ ഭാഗത്ത് കുറച്ചും കൂടി അപ്പുറത്ത് പോലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താറാവ് മുട്ടയാണ്, പിന്നെ ഗിരിരാജ, അങ്ങനെ ഓരോ ഐറ്റം മുട്ടകളാണ്. 100 രൂപക്ക് 10 എണ്ണം 9 എണ്ണം 8 എണ്ണം എന്ന് പറഞ്ഞാണ് ഇങ്ങനെ വിൽക്കുന്നത്. പപ്പടങ്ങളും എല്ലാ സംഭവം ഉണ്ട്. മുട്ട നല്ല വലിയ മുട്ട ഉണ്ട്. ഇതൊക്കെ മറ്റേ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോയില്ല. അപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെയാണ് പറയുന്നത്. 100 രൂപക്ക് 10 മുട്ട 9 മുട്ട 12 മുട്ട അങ്ങനെയൊക്കെയാണ് ഓരോ റേറ്റ് വരുന്നത്. ഇവിടെ താഴത്തെ കുറേ മുട്ടകളുണ്ട് കേട്ടോ. താഴെ ഭാഗത്തും കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഉള്ളിലോട്ട് ഫസ്റ്റത്തെ ആദ്യത്തെ ചന്തയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കയറുമ്പോൾ അതേമാതിരി കുറേ വണ്ടി പാർക്കിങ്ങും അങ്ങനെയൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വേറെ ബിൽഡിങ് അതേമാതിരി ഫ്രൂട്ട്സ് കച്ചവടം അതേമാതിരി ചായ കച്ചവടമൊക്കെ ആയിട്ട് ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആദ്യം മെയിനായിട്ട് കച്ചവടം ആദ്യത്തെ ചട്ടിപ്പറമ്പ് കച്ചവടം തന്നെ ഇവിടെ ആയിരുന്നു. പിന്നെയാണ് താഴെ ഭാഗത്തൊക്കെ പിന്നെ വന്നത്. ഇതാണ് ഫസ്റ്റത്തെ മെയിൻ കച്ചവടം. ഇവിടെ ഇപ്പോൾ പൊതുവെ ആൾ കമ്മിയാണ്. അതേമാതിരി മീനുള്ള ഭാഗത്താണ് കൂടുതലുള്ളത്. താഴെ ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ആളുള്ളത്. നമ്മൾ കയറുമ്പോൾ ആദ്യത്തെ ആട് ഫാം ആട്ടത്. അതേമാതിരി തന്നെ ആട് വളരെ കമ്മിയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലാണ് ആട് കൂടുതലായിട്ട് ലോഡ് ഇറങ്ങലെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെന്തായാലും വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ആട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ആട് ലോഡ് ഇറങ്ങൽ. ഈ സൈഡിൽ ഫുള്ള് ആട് ഫാം അതേമാതിരി ആട്ട് ഇറച്ചി കച്ചവടം ഇവിടുത്തെ കാവൽക്കാരനായിട്ട് ഈ വരുന്നുണ്ട്. അങ്ങനെ കോഴി കച്ചവടം അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇവിടെ. പിന്നെ ആ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു അക്വേറിയം ഉണ്ട് അവിടെ. പിന്നെ കോഴിക്ക് ആവശ്യമുള്ളത് അതിന് തീറ്റക്കുള്ള സംഭവങ്ങൾ അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പച്ചക്കറി കേട്ടോ. ഇതാണ് അതിൻ്റെ ഉൾഭാഗത്ത് കയറി കഴിഞ്ഞാലുള്ള കാഴ്ച. ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, ഭായിമാരായിട്ടും കുറേ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സൈഡിൽ തന്നെ കുറേ ടോയ്കളും കുട്ടികൾക്കുള്ള ടോയ്സുകൾ അങ്ങനത്തെ കുറേ പരിപാടികൾ അങ്ങനത്തെ കച്ചവടക്കാർ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പച്ചക്കറി കേട്ടോ. പച്ചക്കറി ഇതേമാതിരി കവറിലാക്കി 2 കിലോ 100 അങ്ങനെയൊക്കെ ഓരോ കച്ചവടക്കാർ കുറേ ഉണ്ട്. കുറേ സംഭവങ്ങൾ ഇതേമാതിരി പച്ചക്കറികൾ ഒന്നായിട്ട് കവറിലാക്കി വെച്ച് കണ്ടു അങ്ങനെ കുറേ അങ്ങനെ വിൽക്കേണ്ട കച്ചവടക്കാരാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഉള്ളിലൊക്കെ അതേമാതിരി കുറേ ചെറിയ ചെറിയ കടകളായിട്ടും ഇതൊക്കെ പിന്നെ ടോയ്സിൻ്റെ കടകളാട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സുകളാണ് ഇതൊക്കെ മെയിനായിട്ടുള്ളത്. എല്ലാ സംഭവം ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ടോയ്സുകൾ കുട്ടികൾക്കുള്ള വലിയവർക്കുള്ള എല്ലാ സംഭവം ഉണ്ട്. ഇത് പിന്നെ ഷവർമൻ്റെ ചിക്കൻ്റെ പാർട്സുകൾ കട്ട് ചെയ്ത് വിൽക്കേണ്ട സ്ഥലമാണ് അവിടെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഫ്രൂട്ട്സാണ് ഇതൊക്കെ. കറാച്ചി മുന്തിരി കിലോ 100 അതേമാതിരി സാധാ പച്ചമുന്തിരി 1.5 കിലോ 100. പിന്നെ ഇതൊക്കെ മധുരക്കമ്പാട്ടോ. മധുരക്കമ്പ് ഉറുമാന് അങ്ങനെ 1.5 കിലോ മുന്തിരി നമ്മളും വാങ്ങി. പിന്നെ ഇതൊക്കെ മധുരക്കമ്പാട്ടോ. ഇല്ല റേറ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല. അല്ല മുന്തിരിൻ്റെ സീസണാണുണ്ട്.
എല്ലാ ഭാഗത്തും കൂടുതലായിട്ട് മുന്തിരിയെല്ലാം കാണാനുണ്ട്. കറാച്ചി ആയിട്ടും സാധാ പച്ചമുന്തിരിയായിട്ടും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിന് പോരുമ്പോൾ അവിടെ മീൻ കച്ചവടത്തിൻ്റെ അവിടെ എത്തി. ഇതൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട്, മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് മീനുകൾ തന്നെയാണ് കേട്ടോ. ഇത് ഫസ്റ്റത്തെ ആ മാർക്കറ്റാണ്. താഴെ ഭാഗത്ത് വേറെ മാർക്കറ്റ് ഉണ്ട്. മീനുകളെല്ലാം ഫ്രഷ് മീനാട്ടോ. ഇതൊക്കെ 1.5 കിലോ 100, അതിൽ 1.5 കിലോ 100, അതേമാതിരി ചെമ്പാന്, കടപ്പാറ, അതൊക്കെ 1.5 കിലോ 100 അങ്ങനെയൊക്കെയാണ്. ചെമ്മീനുണ്ട്, അങ്ങനെ കുറേ ഐറ്റം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. വലുതും ചെറുതായിട്ട് കുറേ മീനുണ്ട്. അങ്ങനെ ഇതും കുറച്ച് നമ്മൾ വാങ്ങി. അമൂറ് പറഞ്ഞ മീനാണ് നമ്മൾ വാങ്ങിയത്. നല്ല മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് മീനിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1.5 വാങ്ങിയത്. അതൊരു നല്ല ഫ്രഷ് അയിലുണ്ട് കേട്ടോ. ഫ്രഷ് അയില ഇതേമാതിരി 1.5 കിലോ 100 പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ കുറച്ച് പിന്നെ പാക്കുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണിത് വേറെ വലിയ മീനുകളാണ്. ഈ സൈഡിൽ ഫുള്ള് വലിയ മീനുകളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തൊക്കെ ക്ലിയർ ആക്കി തരും കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ തന്നെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി സെറ്റപ്പ് ആക്കി തരും. ഏതാ കട്ട് ചെയ്ത് ഇതിനൊക്കെ അല്ല അടിപൊളി മീൻ. പിന്നെ അത് ഇതിങ്ങനെ മിനുങ്ങുണ്ട് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു പ്രശ്നമാണ്. ക്യാമറ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ മിനുക്കലാണിത്. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ പോരുമ്പോൾ നമ്മൾ ആദ്യത്തെ ചന്തയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. ആദ്യത്തെ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കച്ചവടം, ചെരുപ്പ് കച്ചവടം, അങ്ങനെ കുറേ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ നേരം വൈകി ബാങ്ക് കൊടുക്കൽ തുടങ്ങി. പിന്നെ അതൊക്കെ കുടിൽ വ്യവസായ കുറേ സോപ്പുകൾ കേട്ടോ. ചെറിയ റൗണ്ടിലുള്ള നല്ല പല കളറിലുള്ള നല്ല വെറൈറ്റി സോപ്പുകളാണ് ഇതൊക്കെ. 20 റുപ്യാണ്. അതേമാതിരി ഇത് സോപ്പും പൊടി, അങ്ങനെ ഹാൻഡ് വാഷുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണിത്. അങ്ങനെ ആദ്യത്തെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. രണ്ടാമത്തെ ഇത് വയ്യോര കച്ചവടക്കാർ കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ടേബിൾ ഇട്ടാണ്ടൊക്കെ വിൽക്കുന്ന കുറേ കച്ചവടക്കാരുണ്ട്. അതിൽ കുറച്ച് ഫ്രൂട്ട്സുകളാണ് മെയിനായിട്ട് ഇവരുടെ അടുത്ത് ഉള്ളത് കേട്ടോ. ഒക്കെ ഫ്രൂട്ട്സുകളാണ്, പഴങ്ങളായിട്ടും ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ അടുത്തുള്ളത്. പിന്നെ നമ്മൾ അടുത്ത മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള വലിയൊരു മാളാണ്. ചെറിയൊരു കടകളല്ല, വലിയൊരു ബിൽഡിങ്ങുള്ള കടകളൊക്കെയാണിത്. നമ്മൾ ആദ്യത്തെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അടുത്ത മാർക്കറ്റ് ഉള്ളത്. ഇവിടെ നമ്മാതിരി കുറേ വണ്ടിൻ്റെ സംഭവങ്ങളും കുറേ പരിപാടികളൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ കുറേ മാസ്കും കച്ചവടം, അതേമാതിരി തന്നെ അതിൻ്റെ അടുത്ത് തന്നെ മുട്ട കച്ചവടം, മുട്ട പപ്പടമൊക്കെ ആയിട്ട് അങ്ങനെ വേറെ കച്ചവടക്കാർ. മെയിനായിട്ട് ഇവിടെ ചട്ടിപ്പറമ്പ് മാർക്കറ്റ് വന്നാൽ മെയിനായിട്ട് ഫുള്ള് കച്ചവടക്കാരാട്ടോ. നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ബീഫൊക്കെയാണ് ഭയങ്കര തിരക്കുമാണ് ഇവിടെ. ബീഫിനൊക്കെ ഫ്രഷ് ബീഫ് ഇങ്ങനെ സാധനം കിട്ടും ചെയ്യും. നല്ല ആളോ കേട്ടോ. പാർക്കിംഗ് സൗകര്യം, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ കുറഞ്ഞ റേറ്റിന് നല്ല സാധനം കിട്ടും. അപ്പോൾ അതാണ് കൂടുതൽ ആളുകൾ ഇങ്ങനെ തിരക്കുണ്ട്. ബീഫൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി ബീഫ്, കുറേ ബീഫും ഉണ്ട്. പിന്നെ പച്ചക്കറി കച്ചവടം കേട്ടോ. സൈഡിലുള്ള കുറേ കച്ചവടക്കാരാണ്. എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് ഈ വൈകുന്നേര ടൈമിൽ. ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് കുറച്ച് ആളുകൾ കമ്മിയാണ്. വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കും നല്ല ആളുണ്ടാകുന്നാണ് പറഞ്ഞത്. ഷവർമ ആയിട്ടും ബേക്കറി, ബിസ്ക്കറ്റുകൾ അങ്ങനെ ആയിട്ടും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഇവിടെ സംഭവമായിട്ട് സാധനം കിട്ടും. പിന്നെ ഇവിടെ ഒന്ന് മീൻ കച്ചവടം. നമ്മൾ താഴെ ഭാഗത്തുള്ള അടുത്ത മാർക്കറ്റിലെ മീൻ കച്ചവടക്കാരാണ് ഇതൊക്കെ. ഇവിടെ നിർഭാഗത്ത് മീൻ കച്ചവടമുണ്ട്, അതേമാതിരി താഴെ ഭാഗത്ത് വേറെ മീൻ കച്ചവടമുണ്ട്. അങ്ങനെ കച്ചവടം ഇപ്പോൾ കൂടുതലായിട്ട് കച്ചവടക്കാരുള്ളത് പറഞ്ഞാൽ താഴെ ഭാഗത്താട്ടോ. താഴെ മാർക്കറ്റിലാണ് കൂടുതൽ ആളുകളുള്ളത്. ഇവിടെ അതേമാതിരി തന്നെ മുകളിൽ കണ്ട മാതിരി തന്നെ വെട്ടി ക്ലിയർ ആക്കി നമ്മൾ ആവശ്യത്തിന് അനുസരണം മുറിച്ച് ക്ലിയർ ആക്കി കൊടുക്കാം.
മീനുകൾ നല്ല ഫ്രഷ് മീനുകൾ. അവിടുത്തെ അതേമാതിരി തന്നെ ഏകദേശം ഒരു റേറ്റ് തന്നെ ആയിക്കാരം രണ്ട് ഭാഗത്തും. അവിടെ കൂടുതൽ ഇവിടെ കുറവ് അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു സെയിം റേറ്റ് തന്നെ രണ്ടോ കടയിലുണ്ടാകും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ പോരുമ്പോൾ ഇവിടെ കുറേ അത്തരം കച്ചവടം അങ്ങനെ സംഭവം കേട്ടോ. ഈ മീൻ മാർക്കറ്റിൽ മീനിൻ്റെ വാസന സ്മെല്ലൊക്കെ പോകാൻ ഈ എത്ര പൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം സിമ്പിളാണ് അല്ലവനെ. അതുപോലെ തന്നെ കുറേ അതേമാതിരി കുറേ മോതിരങ്ങൾ, കുറേ ഫ്ലവറുകൾ, ഇവിടെയും മാസ്കും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവം. ഇപ്പോൾ മാസ്കാണുള്ള മെയിൻ. നല്ല അടിപൊളി മോതിരങ്ങളുണ്ടില്ലേ, മാസ്കുകളും തൊപ്പികളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആട് മാർക്കറ്റ് കേട്ടോ. ചട്ടിപ്പറമ്പ് രണ്ടാമത്തെ ആട് മാർക്കറ്റാണ്. ഇത് രണ്ട് മാർക്കറ്റിലായിട്ട് തന്നെയാണ് ഉള്ളത്. നമ്മൾ ആദ്യത്തിലൊരു ആടിൻ്റെ ഫാമും കാര്യങ്ങളും, രണ്ടാമത്തിൽ അതേമാതിരി തന്നെ ആടിൻ്റെ ഫാമും, രണ്ടാമത്തിൽ ഇതേമാതിരി ഫാമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അതേമാതിരി തന്നെ ആടുകൾ കമ്മി കേട്ടോ. ഇവിടെ കുറച്ച് ആടുകളിനെ ഉള്ളൂ. അതേമാതിരി ശനി ഞായറിലാണ് ഇവിടെ ഇറങ്ങലെന്ന് പറഞ്ഞത്. കൂടുതലും വൈകുന്നേരം ആ ടൈമിലാണ്, രാത്രി 8 മണി 9 മണി ആ ടൈമിലൊക്കെയാണ് കൂടുതൽ ആടുകൾ ഇറങ്ങലെന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ കുറച്ച് ആടുകളും അതുവരെ അതിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ, തിന്നാൻ കൊടുക്കുകയാണിത്. ഇവിടെ നമ്മൾ നേരത്തെ വന്ന് ഒരു 9 മണി 8 മണി ആ ടൈമിൽ വന്ന് നല്ല കറവുള്ള ആടുകളെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതേമാതിരി കുറേ കുപ്പികൾ, ബോട്ടിലുകൾ കേട്ടോ. 5 കുപ്പികൾ എടുത്ത് കഴിഞ്ഞാൽ 100 രൂപ എന്ന് പറഞ്ഞ് അതൊക്കെ ഒക്കെ എഴുതി വെച്ചിരിക്കണം. ഒക്കെ 5 രൂപ, 5 എണ്ണം എടുത്താൽ 100 രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ ചവിട്ടുണ്ട്, ബക്കറ്റുകൾ. നമുക്ക് വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. ഒന്നിനും വലിയ റേറ്റും ഇല്ല, കുറഞ്ഞ റേറ്റിൽ നമുക്ക് സാധനം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇതൊരു ചൈന മാർക്കറ്റ് മാറി കേട്ടോ. ചവിട്ടി 3 എണ്ണം 100 അങ്ങനെയൊക്കെയാണ് ചവിട്ടികളൊക്കെ ഉള്ളത് കേട്ടോ. ഓരോ ചവിട്ടികൾ ഓരോ റേറ്റ് കേട്ടോ. 3 ചവിട്ടികൾ 100 രൂപയ്ക്ക്, അല്ലെങ്കിൽ 4 ചവിട്ടികൾ 100 അങ്ങനെയൊക്കെ. ഇതൊക്കെ 4 എണ്ണം 100 കേട്ടോ. പിന്നെ ബക്കറ്റുകൾ ഒരു പീസിന് 20, അല്ലെങ്കിൽ 3 എണ്ണം 20 അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ ഗ്ലാസ്സുകളുണ്ട്, ചായ ഗ്ലാസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു ചൈന മാർക്കറ്റാണ്, ചെറിയൊരു ചൈന മാർക്കറ്റാണ്. ചൈന ബസാർ പറഞ്ഞില്ലേ. ഇവരെ കട നേരെ മുകൾ ഭാഗത്ത് നിന്ന്. അപ്പോൾ അവിടെ അതേമാതിരി ആളുകൾ കുറച്ച് കമ്മിയായപ്പോൾ അവിടെ നിന്ന് മാറ്റി തൽക്കാലം താഴത്തേക്ക് ആക്കിയതാണ്. എല്ലാം നമ്മുടെ തരിപ്പ കാര്യങ്ങൾ സെറ്റായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബക്കറ്റ് കാര്യങ്ങൾ, ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. വലിയ റേറ്റ് ഒന്നുമില്ല. ഇതൊക്കെ പിന്നെ ഹാൻഡ് വാഷും അതേമാതിരി തുടക്കാൻ ഉപയോഗിക്കേണ്ട അങ്ങനെ പല സംഭവങ്ങൾ, മുസല്ല കാര്യങ്ങൾ. പിന്നെ കത്തികൾക്ക് ആവശ്യം കത്തികൾ, പല മോഡൽ കത്തികളും അങ്ങനെയും വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വല്ല ഇങ്ങനെ പോകുന്നത് കുറച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേമാതിരി ചെറിയ റൂമിട്ട് കടകളും, പാൻറ്റ് ഷർട്ട് അങ്ങനെ കുറേ കടകളും ചെരുപ്പും കാര്യങ്ങളും. പിന്നെ അവിടെ താഴത്ത് മീൻ കച്ചവടം, നല്ല തിരക്ക് തന്നെയാണ് അവിടെ. എന്നാൽ കുഞ്ഞുമോനുണ്ട് ഫാൻറ്റും 2 ട്രൗസറൊക്കെ വാങ്ങണം. അപ്പോൾ അതൊക്കെ വാങ്ങാനുള്ള ഒരു തത്രപ്പാടിലാണ് അവന്. അങ്ങനെ അതൊക്കെ വാങ്ങി താഴോട്ട് പോരുമ്പോൾ മീൻ കച്ചവടം കേട്ടോ. മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടെ തിരക്ക്, നല്ല തിരക്കുമാണ്. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ബേക്കറി കട ഉണ്ട് കേട്ടോ. ഇത് ഹോൾസെയിൽ മാർക്കറ്റ് കേട്ടോ. ഇവിടെ നമ്മൾ മുകളിൽ കണ്ട മാതിരി തന്നെ മീൻ വാങ്ങുക, കട്ട് ചെയ്ത് ക്ലിയറായി കൊടുക്കുക.
അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.